ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഈശോയ്ക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ദൈവമേ, വചനത്തിലൂടെ ഒരു വചനം തരണേ എന്ന് ചോദിച്ചപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ മുടന്തിന് സൗഖ്യം, ഈ ഒരു വചനമാണ് ഈശോ തന്നെ. പലതരത്തിലും സൗഖ്യം ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ശാരീരികമായിട്ടാകാം, ശരീരത്തെക്കാളുപരി നമ്മുടെ മനസ്സിന് സൗഖ്യം ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സൗഖ്യത്തിൻ്റെ മേഖലകൾ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു 10 മിനിറ്റ് നേരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, മുടന്തിന് സൗഖ്യം കൊടുക്കുന്ന ഈശോ. അവിടെ പത്രോസ് ശ്ലീഹ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ യാചകനായി നിൽക്കുന്ന ഒരു മുടന്തൻ. ആ മുടന്തൻ സൗഖ്യത്തിന് വേണ്ടിയല്ല അവരെ നോക്കിയത്. സൗഖ്യം അവൻ്റെ ചിന്തകളിലോ അവൻ്റെ ആഗ്രഹങ്ങളിലോ പോലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ നോക്കി. പലപ്പോഴും നമ്മൾ കർത്താവിനെ നോക്കുന്നതും ഇങ്ങനെയായിരിക്കാം. നമ്മുടെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കിട്ടും, അല്ലെങ്കിൽ അത് ലഭിക്കും, അത് നടത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടെയൊന്നും ആയിരിക്കില്ല പലപ്പോഴും നമ്മൾ കർത്താവിനെ നോക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കും. ആ ഒരു നോട്ടത്തിൽ പോലും നമ്മുടെ കർത്താവ് കരുണ കാണിക്കും എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസക്കുറവ് തമ്പുരാനൊരു തടസ്സമല്ല. നമ്മുടെ പ്രാർത്ഥനക്കുറവ് തമ്പുരാനൊരു തടസ്സമല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, നമ്മുടെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല, ഇതൊന്നും ദൈവത്തിനൊരു തടസ്സമല്ല. മുടന്തൻ ആഗ്രഹിക്കാത്ത ഒരു സൗഖ്യമാണ് മുടന്തനെ തേടി വന്നത്. നമുക്ക് ആ ഭാഗമൊന്ന് വായിക്കാം. വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ഫലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ആമേൻ. നമ്മളുടെ ഓരോരുത്തരുടെയും സൃഷ്ടിയുടെ പുറകിൽ ദൈവവചനം പ്രകാരവും പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും ഇതുതന്നെയാണ്. എൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാലും ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണ്. പലപ്പോഴും ഞാൻ പല നിയോഗങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ 7 ദിവസം നോവേന ചൊല്ലാം, അല്ലെങ്കിൽ ഇത്ര ജപമാല ചൊല്ലാം, അല്ലെങ്കിൽ ഇത്ര കുർബാന ചൊല്ലാം എന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു 95% അല്ല 99% പ്രാവശ്യവും അത് നിറവേറ്റാൻ സാധിക്കാത്തത്ര വിധത്തിൽ ബലഹീനയാണ് ഞാൻ എപ്പോഴും വീണു പോകുന്ന ഒരു ഭാഗമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം എനിക്കത് ഭയങ്കര സങ്കടത്തിനും കാരണമാകുമായിരുന്നു. ഈശോയെ, ഞാൻ പ്രാർത്ഥനയുടെ ശക്തി അറിയുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാണ് എന്ന് അറിയുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ കർത്താവിലേക്ക് ചോദിച്ച ഒരാളാണ്. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിനെ പറ്റി ഓരോ സ്വപ്നങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് ഒരു കാഴ്ചപ്പാടുണ്ടാവും. അങ്ങനെ ആയിരിക്കും നമ്മളെല്ലാവരും. അപ്പം ബൈബിളിൽ ജോസഫിനെയാണ് നമുക്ക് എപ്പോഴും എക്സാമ്പിളായിട്ട് ദൈവപ്രഘോഷകരൊക്കെ കാണിച്ചു തരാറുള്ളത്. അത് ജോസഫ് വിചാരിക്കാത്ത രീതിയിൽ ജോസഫിൻ്റെ ജീവിതം പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നിട്ട് പോലും മറ്റുള്ള സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ജോസഫ്, അവനെ ഒരു അടിമയായി, അല്ലെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരു അടിമയായി വിൽക്കപ്പെട്ട ജോസഫ്. അങ്ങനെ പിന്നീട് എല്ലാം അവൻ്റെ ജീവിതത്തിൽ ഒന്നിന് പിറകെയായി പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. നമ്മളിനി രണ്ടാമത് വായിച്ചു. പക്ഷേ ആ ഭാഗം വായിക്കുമ്പോൾ അതിൽ ഒരു കാര്യം വചനത്തിൽ പ്രത്യേകം എഴുതി കാണിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, പല ആവർത്തി വചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, ജോസഫിനെ പ്രതി ദൈവം അവരെ അനുഗ്രഹിച്ചു.
ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് ആ സമയത്ത് ഒരു അനുഗ്രഹങ്ങളും കാണാൻ സാധിക്കില്ല. ജോസഫ് കൊല്ലപ്പെടാൻ നോക്കുന്നു, ജോസഫിനെ അടിമയായി വിൽക്കുന്നു, ജോസഫ് അത് കഴിഞ്ഞിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. ആ സമയത്ത് പോലും ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നമ്മൾക്ക് പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും അപ്പോഴെല്ലാം വചനം അവിടെ പറയുന്നുണ്ട്, ജോസഫിനെ പ്രതി കാരാഗൃഹ പാലകനെ അനുഗ്രഹിച്ച ദൈവം, ജോസഫിനെ പ്രതി ഫറവോയെ അനുഗ്രഹിച്ച ദൈവം, ജോസഫിനെ പ്രതി ഒരു നാട് അനുഗ്രഹിക്കപ്പെടുന്ന ദൈവം. അപ്പോഴും ജോസഫിൻ്റെ ജീവിതത്തിൽ അവസാനമാകുമ്പോഴാണ് ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സാഹചര്യം പറയുവാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒത്തിരി നന്നായി പഠിച്ചിരുന്ന ഒരാളാണ്. പഠനം എനിക്ക് ദൈവാനുഗ്രഹത്താൽ ഒത്തിരി പഠിക്കാനും എല്ലാം സാധിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പഠനം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു MNCയിൽ ജോലിക്ക് കയറണം. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തമായി ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പോവാന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം. അങ്ങനെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റൊക്കെ പാസ്സായി ഫൈനൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു എൽഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിൻ്റെ അടുത്ത് മാസത്തിലൊരിക്കൽ ഞാൻ പോയി പ്രാർത്ഥിക്കും. സിസ്റ്റർ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, എൻ്റെ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും. അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പം ശരിക്കും പറഞ്ഞാൽ ഈശോ മാതാവും കൂടി വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കത് പലപ്പോഴും അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. കാരണം എല്ലാം നല്ല കാര്യങ്ങളാണ് ഈശോ പറഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ കോളേജിൽ ചേരുന്ന സമയത്ത് ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ ഏത് കോളേജിൽ ചേരണം, ഏത് കോഴ്സ് പഠിക്കണം. അപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടുമ്പോൾ അനുസരിക്കാൻ എളുപ്പമായിരുന്നു. ഞാൻ ഫൈനൽ എക്സാം എഴുതാറായ സമയത്ത് ഈ സിസ്റ്ററെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് എൻ്റെ പഠനത്തെ പറ്റിയോ ഒന്നും ഞാൻ ഈശോയോട് ചോദിച്ചെങ്കിലും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. അപ്പം ഞാൻ CA ഇൻ്റർമീഡിയറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ 4th റാങ്കായിട്ട് ജയിച്ച ഒരാളാണ്. അപ്പോൾ ഒത്തിരി കമ്പനീസ് അപ്പം തന്നെ എന്നെ ജോലിക്ക് വിളിക്കുകയും, പക്ഷേ ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി ജോലി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി എൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലക്ഷ്യം ഇത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു MNCയിൽ ജോയിൻ ചെയ്യുക, ജോലി ചെയ്യുക, 2 കാലിൽ നിൽക്കുക. അപ്പോൾ അതായിരുന്നു എൻ്റെ ആവശ്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സിസ്റ്റർ അടുത്ത് പോയതും സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. ആദ്യമായിട്ട് ഈശോയെ അനുസരിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയൊരു സാഹചര്യം അതായിരുന്നു. എൻ്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞത് ഈശോ വിവാഹത്തിന് ഒരുങ്ങാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം ഈശോ എന്നിൽ നിന്ന് ചോദിച്ചപ്പം. പഠിച്ച് ഇങ്ങനെ ജോലി എന്നുള്ളൊരു സ്വപ്നമായി കണ്ടു നടന്ന എന്നെ ഈശോ വിവാഹം എന്നൊരു ഈശോയുടെ തീരുമാനം അതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വിവാഹത്തിന് ഒരുങ്ങേണ്ട സമയം. ഞാൻ സിസ്റ്ററോടൊന്നും പറഞ്ഞില്ല, ഞാൻ തിരിച്ചു വന്നു. അന്നും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ എപ്പോഴും ആരാധനയ്ക്ക് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ആരാധനയ്ക്ക് കൊണ്ടുപോകും. നമ്മളവിടെ പോയിരുന്ന് പല സമയത്തും ചിലപ്പോൾ ഉറങ്ങും, പക്ഷേ ഈശോയുടെ മുമ്പിലാണ് എന്ന് എപ്പോഴും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ പോയതും ആരാധനയ്ക്കാണ്. ഞാൻ പറഞ്ഞു, ഈശോയെ നീ എന്താ പറയണേ, നീ എന്താ ആഗ്രഹിക്കണേ, ഇത് എനിക്ക് ഒരു കാരണവശാലും എനിക്കിത് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ എനിക്ക് പറ്റണില്ല ഈശോയെ. ഈശോ പറയുന്ന കാര്യം സന്തോഷത്തോടെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈശോ പറഞ്ഞതുകൊണ്ട് അതും ഇത്ര വ്യക്തമായി എൻ്റെ ജീവിതത്തിൽ ഈ സിസ്റ്ററിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഒരു നോ പറയാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 3 ദിവസം ആരാധനയ്ക്ക് ഈ ഒരു നിയോഗമായി പോയി. ഈശോയെ നിന്നെ അനുസരിക്കാനായിട്ട് എനിക്കൊരു കൃപ തായോ, എൻ്റെ ഇഷ്ടമല്ല. ഇത്രയും നാൾ നമ്മൾ കൊന്ത ചൊല്ലി ജപമാല ചെയ്തു, ആരാധനയ്ക്കൊക്കെ പോയി, പക്ഷേ അവിടെയൊക്കെ എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കാൻ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ദൈവത്തെ അനുസരിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു റെസിസ്റ്റൻസ് ഞാൻ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ആരാധനയ്ക്ക് വരികയാണ്, എനിക്കിത് അനുസരിക്കാനുള്ളൊരു കൃപ തരണം, എനിക്കിത് സ്വീകരിക്കാം, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഈശോയെ എൻ്റെ ആഗ്രഹം അവിടെ മാറ്റി വെച്ച് നിൻ്റെ ആഗ്രഹം ചെയ്യാനുള്ളൊരു ശക്തി എനിക്ക് തരണം. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ശക്തി എനിക്ക് ഉണ്ടാവില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെ ഈശോയുടെ തീരുമാനം സ്വീകരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല.
അങ്ങനെ 3 ദിവസത്തെ ആരാധന കഴിഞ്ഞപ്പം എനിക്കൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈശോയിൽ ഞാൻ വിശ്വസിച്ചത് ആ നിമിഷമാണ്. ഇത് എൻ്റെ അപ്പൻ തീരുമാനിച്ചതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് 2 കണ്ണും പൂട്ടി ഒരു എടുത്തുചാട്ടത്തിൽ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കാം. അങ്ങനെ വളരെ ഞാൻ വിചാരിക്കാത്ത സമയത്ത് എൻ്റെ വിവാഹം കഴിയുകയാണ്. ഞാൻ എപ്പോഴും വിവാഹ ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല ധ്യാനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എപ്പോഴും ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയും, ഈശോയെ, ഞാൻ എപ്പോഴെങ്കിലും ഈശോയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, ഞാൻ ഈശോയിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിപ്പോവുകയാണെങ്കിൽ എന്നെ കൂടി കുറച്ച് ഈശോയെ സ്നേഹിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിത പങ്കാളിനെ എനിക്ക് തരണം. എന്നേക്കാളൊരു പടി കൂടി ഈശോനെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരണം. പിന്നെ രണ്ടാമത് ഞാൻ ഈശോയോട് ചോദിച്ചിരുന്ന ഒരു കാര്യം, മദ്യപിക്കരുത്. എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ വീട്ടിലാരും മദ്യം ഉപയോഗിക്കില്ല. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കരുത്. ഈ 2 കാര്യം മാത്രമേ ഞാൻ ഈശോയോട് ചോദിച്ചുള്ളൂ. നല്ല ജോലി വേണമെന്നോ സ്മാർട്ടായിരിക്കണമെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഈശോ കൊണ്ടുപോകുന്ന വഴികൾ വളരെ വിചിത്രമാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു 23-24 വയസ്സിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് പെർഫെക്റ്റ് ജേർണി എന്ന് ഇന്ന് ഈ 44-ാമത്തെ വയസ്സിൽ എനിക്ക് പറയാൻ സാധിക്കും. അന്ന് 24-ാമത്തെ വയസ്സിൽ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാകാതെ പോയ പല ഈശോയുടെ തീരുമാനങ്ങളും പരിശുദ്ധ അമ്മ അത് ആമേൻ എന്ന് പറഞ്ഞ് അനുസരിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം അത് ചെയ്തതുകൊണ്ടും ഈ ഒരു 44-ാമത്തെ വയസ്സിൽ ഇത്ര സന്തോഷത്തോടെയും ജീവിതത്തിലെ പല തീരുമാനങ്ങളും തെറ്റിപ്പോയെന്ന് തോന്നിയപ്പോഴും ഇന്ന് ഈ 44-ാമത്തെ വയസ്സിൽ ഇത്ര സന്തോഷത്തോടു കൂടി ഒരു ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഏറ്റു പറയുന്നെങ്കിൽ, ഇവിടെ കർത്താവിന് വേണ്ടി എൻ്റെ നാവിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തമ്പുരാന് ആമേൻ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, പരിശുദ്ധ അമ്മയിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു തന്നത്. നമ്മളത് മാറിപ്പോകാനല്ല. ഈ കാര്യത്തിൽ ദൈവഹിതം എന്താണ്, അത് നടക്കട്ടെ തമ്പുരാനെ. അത് നടന്നാൽ മാത്രമേ ആ കാര്യത്തിലൂടെ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ദൈവം അനുവദിച്ചിട്ടുള്ളൂ അത് പൂർത്തിയാകുകയുള്ളൂ. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ എറണാകുളം സൈഡിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഈ അങ്കമാലി ഭാഗത്തു കൂടെയൊക്കെ പോകുമ്പോൾ അതൊരു കൊച്ചു അന്ന് 10-25 അല്ലെങ്കിൽ 30 വർഷം പുറകിൽ അതൊരു കൊച്ചു ടൗണാണ്, ഒട്ടും സൗകര്യങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവമേ ആരാണാവോ ഈ അങ്കമാലിയിലൊക്കെ വന്ന് താമസിക്കുന്നത്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ, നല്ലൊരു കടയില്ല, നല്ലൊരു ഹോട്ടലില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാൻ സാധിക്കും, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നത് അങ്കമാലിയിലോട്ടാണ്. അപ്പം അവിടെ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്കാണല്ലോ ഈശോ എന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ പ്രാർത്ഥിച്ചിരുന്നത്. ആ 2 കാര്യങ്ങളും ഈശോ എനിക്ക് തന്നില്ല. എൻ്റെ ഭർത്താവ് മദ്യപിക്കാത്ത ഒരാളല്ല. എൻ്റെ ഭർത്താവ് ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളും ആയിരുന്നില്ല. അപ്പം അപ്പോഴേ എനിക്ക് ദൈവമേ നീ പെട്ടെന്ന് എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എന്നൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടങ്ങി. വിചാരിക്കാത്ത സമയത്ത് ദൈവം വളരെ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോവാം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പോഴും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കിത് ചെയ്യാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ, എനിക്ക് കുഞ്ഞിനെ നോക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണേ, അതിനുള്ളൊരു പക്വത തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഓരോ തീരുമാനങ്ങളിലും ഞാൻ ആദ്യം ഈശോയോട് ചോദിക്കും, ഈശോയെ ഇത് നീ തീരുമാനിച്ചതാണെങ്കിൽ ഇത് ചെയ്യാനുള്ള കൃപ എനിക്ക് തരണേ. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ മദർ ഇൻ ലോ ഭയങ്കര സീരിയസ് ആയി ഹോസ്പിറ്റലായി, കിഡ്നി ഫെയിലിയറായി. നിങ്ങൾക്ക് ഒക്കെ അറിയാം, ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എത്രത്തോളം കെയർ അവർക്ക് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ്, അങ്ങനെ അമ്മയുടെ ശുശ്രൂഷകളും അമ്മേനെ നോക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും ഈശോ എനിക്ക് വെച്ച് നീട്ടി തന്നു. അപ്പോഴും ഞാൻ ആ സമയത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റാണ്ടായി. അപ്പോഴും ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഒരു കൊച്ചു ജോലി അത് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, പക്ഷെ എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഈശോയെ. അങ്ങനെ അമ്മ
അമ്മയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞെങ്കിലും അതിൽ പെട്ടെന്ന് അമ്മയ്ക്ക് ന്യൂമോണിയ ഇൻഫെക്ഷൻ വന്നു, അമ്മ മരിക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞാനും ഹസ്ബൻഡും ഫാദർ ഇൻ ലോയും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതം. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു, മൂന്നാമത്തെ കുഞ്ഞ് വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ വിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ജോലി സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. എനിക്ക് തോന്നുന്നു ആ ജോലി ചിലപ്പം ഇതുപോലെ ഈശോയെ വന്ന് പ്രഘോഷിക്കാനോ അല്ലെങ്കിൽ പലയിടങ്ങളിൽ പോയി ഈശോനെ പറ്റി സംസാരിക്കാനൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ജോലി തടസ്സമായെന്ന് ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു രീതിയിൽ എന്നെ കൊണ്ടുപോകാതിരുന്നതിന് ഓർത്ത് ഞാനിന്ന് നന്ദി പറയുന്നു. ആമീൻ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാദർ ഇൻ ലോയ്ക്ക് പെട്ടെന്ന് അസുഖം വരാണ്, അഗെയിൻ സെയിം കിഡ്നി പ്രോബ്ലം. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട് മാനേജ് ചെയ്യാനൊക്കെ. അപ്പോഴും കർത്താവ് ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഓർക്കുന്നു, പലപ്പോഴും ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ജീവിത സാഹചര്യങ്ങളാണ്, നമ്മളെ മെച്യൂരിറ്റി പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങളാണ്. അങ്ങനെ പലപ്പോഴും ഡാഡിയിലൂടെയാണ് ഈശോ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളൊക്കെ ഓരോ ശുശ്രൂഷ മേഖലകളിലായിരിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് പറ്റാണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് മനസ്സും ശരീരവും ഒക്കെ തളർന്നു പോകുന്ന അവസ്ഥ. നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കെയറിങ് ഹോംസിലാണെങ്കിലും നമുക്ക് എത്രന്ന് ഒരു അൺറീസണബിൾ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പം സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കാത്ത വരും. പക്ഷേ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ, അതൊന്ന് ഓർത്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും പുറത്തു വരുന്നുള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഞാനൊരു കൊച്ചു ഇൻസിഡൻറ്റ് മാത്രം പറയാം. അങ്ങനെ ഡാഡീനെ പലപ്പോഴും ഹസ്ബൻഡ് വീട്ടിൽ ജോലി സംബന്ധമായി ഉണ്ടാവില്ലെങ്കിലും ഡാഡീനെ നോക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഡാഡിയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരാളാണ്. അപ്പം ചിലപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഡാഡീനെ കുളിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എന്നെ തന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റാണ്. ദൈവമേ CA ഒക്കെ പഠിച്ചിട്ട് അവസാനം ഇപ്പോൾ ഡാഡീനെ കുളിപ്പിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. എന്നാലും ഈശോയെ നിനക്ക് വേണ്ടി എന്നൊക്കെ മനസ്സിൽ പറയുമ്പോഴും മനസ്സിലത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഭയങ്കര ഒരു വിശാല മനസ്കതയൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഡാഡീനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഡാഡീനെ എല്ലാം തുടച്ച് മേത്ത് ക്രീമൊക്കെ തേച്ച് സ്കിന്നൊക്കെ പൊട്ടുമായിരുന്നു ഡാഡിയുടെ. അപ്പോൾ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യണം. അങ്ങനെ അതൊക്കെ ചെയ്ത് മുണ്ടൊക്കെ ഉടുപ്പിച്ച് അപ്പോഴേക്കും ഡാഡി ടയേർഡാവും. ഡാഡീനെ കിടത്തും ഞാൻ ബെഡിൽ. എന്നിട്ട് വേണം എനിക്ക് അന്ന് ഹെൽപ്പിന് ആരുമില്ല, മക്കളെ നോക്കണം, വീട്ടിൽ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ നടന്നു, എങ്ങനെ ഞാനതൊക്കെ ചെയ്തു എന്നെനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഡാഡീനെ ഭയങ്കര എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് എന്നോടൊരു ബഹുമാനം തോന്നി, ഞാനിതൊക്കെ ചെയ്തുല്ലോ ഈശോയ്ക്ക് വേണ്ടി. പക്ഷെ ഞാൻ ആ മുറിയുടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ എന്നോട് പറഞ്ഞു, ഈശോനോട് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്വരം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത മുള പൊട്ടി. അതെന്ന് കർത്താവ് എന്നോട് ചോദിച്ചത് ഇതാണ്, നീ നിൻ്റെ അപ്പനെ കുളിപ്പിച്ചു, നല്ല കാര്യം, പക്ഷേ നീ എത്രമാത്രം സ്നേഹത്തോടെയാണ് ആ ശരീരത്തിൽ സ്പർശിച്ചത്? ആ ചോദ്യം എന്നെ വല്ലാണ്ട് അലട്ടി. നമ്മൾ ഓരോ പേഷ്യൻസിനെ കയ്യിലെടുക്കുമ്പോൾ നമുക്കത് സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നല്ലാതെ സ്നേഹം എന്നൊരു വികാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ സംസാരിക്കും, ചിരിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എങ്കിലും ആ ഒരു സമയത്ത് ആ ആത്മാവിനോടുള്ളൊരു സ്നേഹമോ ഒന്നും എൻ്റെ ഹൃദയത്തിലുള്ള, ഞാനെന്തോ ഒരു ഡ്യൂട്ടി, ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ചെയ്തു കൊടുക്കുന്ന പോലെ. അപ്പോൾ ഈശോ എൻ്റെ ഹൃദയത്തിൽ അടുത്തൊരു ചിന്ത തന്നതാണ്, എങ്കിലും നീ ചെയ്തത് ഒന്നും ഒരു വിലയില്ലാതെ ആയിപ്പോയി. ഈശോയെ പ്രതിയും ആ മനുഷ്യനെ പ്രതിയുള്ള സ്നേഹത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര സ്നേഹത്തോടെ ആയിരിക്കും. എല്ലാ ദിവസവും ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും മരുന്ന് എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഭയങ്കര മെക്കാനിക്കലായി പോകും. ഈശോ ആഗ്രഹിക്കുന്നത് അതല്ല, ഒരു സ്നേഹത്തോടു കൂടി എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു മനുഷ്യനത് ചെയ്യാൻ സാധിക്കില്ല, അതിൽ യാതൊരു സംശയമില്ല. അതിനാണ് നമ്മൾ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്രൂട്ടാണ് അല്ലേ സ്നേഹം. അതാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലവരാവാൻ സാധിക്കില്ല എന്ന് ഞാൻ പഠിച്ചത് ആ ദിവസം. നമ്മിൽ എന്ത് നന്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും, നമ്മൾ ക്ഷമാശീലരാണെന്ന് പറഞ്ഞാലും, നമുക്ക് കുറച്ച്
എളിമയുണ്ടെന്ന് എന്ത് പറഞ്ഞാലും അത് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു നന്മയല്ല. സ്നേഹിക്കാനുള്ള ഒരു കൃപ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കണം. നമ്മുടെ അപ്പനെ, അമ്മയെ, കൂട്ടുകാരെ, സഹപാഠികളെ, നമ്മുടെ മക്കളെ പോലും നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊരു കൃപ കിട്ടണം. ഞാൻ പലപ്പോഴും എൻ്റെ മക്കളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കുറച്ച് നാൾ അവർ നമ്മൾ പറഞ്ഞത് കേൾക്കാതെയും നമ്മളോട് ഇത്തിരി മറുതലിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സ്നേഹം കുറയും. നമ്മുടെ മനസ്സിൽ പിന്നെ ഒരു സങ്കടമാണ് രൂപപ്പെടുന്നത്. അവിടെയൊക്കെ കർത്താവിൻ്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനോ അവരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കില്ല. അങ്ങനെ സ്നേഹം എന്ന ഒരു കാര്യം ഈശോയിൽ നിന്ന് വാങ്ങിച്ച് എടുക്കേണ്ടതാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഡാഡി ഇങ്ങനെ വയസ്സായ ആളുകളെ അല്ലെങ്കിൽ കെയർ ടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, അവരിങ്ങനെ നമ്മളെ പെട്ടെന്നൊന്നും വിടില്ല. ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം കളയും. നമുക്കിവിടെ 100 കൂട്ടം കാര്യങ്ങൾ വേറെ ചെയ്യാനുള്ളപ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന് ഓടി വന്ന് 2 മിനിറ്റ് കൊണ്ട് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നത് ഒരു 5-10 മിനിറ്റ് എടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഡാഡിയോട് യാത്ര പറയണ്ട. യാത്ര പറയാൻ പോയാൽ ഡാഡി വെറുതെ അതും ചോദിച്ച് സമയം കളഞ്ഞ്, പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ അതൊക്കെ ചോദിച്ച് സമയം കളഞ്ഞ് എൻ്റെ കുർബാനയ്ക്കുള്ള സമയം തെറ്റും. അതുകൊണ്ട് ഞാൻ മക്കളോട് പറഞ്ഞേൽപ്പിച്ചു, അപ്പാപ്പനെങ്ങാനും ഇനി ചോദിക്കുവാണെങ്കിൽ അമ്മ പള്ളിയിൽ പോയി എന്നൊന്ന് പറഞ്ഞേക്കണം. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഈശോ എന്നെ അവിടെ തടഞ്ഞു. ഈശോ പറഞ്ഞു, നിനക്ക് നിൻ്റെ അപ്പനോട് നീ ഒന്ന് പുറത്ത് പോവാണ് എന്ന് പറയാൻ സമയമില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വരുന്നത് വെറും വേസ്റ്റാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ക്രമീകരിച്ച് കഴിയുമ്പോൾ ഈശോയുടെ ഒരു സാന്നിധ്യവും സ്നേഹവും കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒത്തിരി നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈശോയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഈശോ തന്ന സാഹചര്യങ്ങളിൽ ഈശോ നമ്മളുടെ അടുത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തികൾ ഒരു കാരണമില്ലാതെ നമ്മുടെ അടുത്ത് വരുന്നില്ല. അവരോട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഈശോയെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ആരാധനയും പ്രാർത്ഥനയുമായി ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കുക എന്നത്. പലപ്പോഴും എന്നോട് ഇങ്ങനെയൊക്കെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ക്ഷമ കാണിക്കാൻ തുടങ്ങിയപ്പം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ പറ്റി? അപ്പം ഞാൻ പറയും, തമ്പുരാൻ ശക്തി തന്നു. അപ്പോൾ തമ്പുരാനെ പറ്റി പറയാനൊരു കാരണമായി. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തികളും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചല്ലാതെ ഒന്നും തന്നെ അറിയാൻ ഞാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന്. പിന്നീട് ഒരു മേഖലയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന് മക്കളായിട്ടുള്ള മേഖലയിലാണ്. ഓരോ കൊച്ചു കാര്യങ്ങളും ഈശോയോട് നമ്മൾ പറഞ്ഞ് പോവാണ്, അല്ലെങ്കിൽ ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, ഞാൻ കുർബാന മുടക്കുന്നില്ല, ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഈശോയെ കൃത്യമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ ആരാധന കുർബാനയാണെന്ന് പറയുമ്പോഴും ഈശോ തന്ന സാഹചര്യത്തിൽ ഈശോയെ എത്ര മുറുകെ പിടിച്ച് ഉയർത്തി കാണിക്കാമോ അതാണ് ഏറ്റവും വലിയ ആരാധന. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ദൈവം കൊടുത്തു, ഒരു വലിയ ബ്ലെസ്സിങ്, അബ്രഹാമിൻ്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും വിശ്വസ്തതയ്ക്കും. പക്ഷേ ആ ഒരു ബ്ലെസ്സിങ്ങിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം മടി കൂടാതെ മലയിലേക്ക് കയറിപ്പോയപ്പോൾ ആ നിമിഷത്തിലാണ് ബൈബിള് ആദ്യമായി ആരാധന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദ്യമായി ദൈവത്തെ ആരാധിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോയപ്പോഴാണ്. അത് എന്തൊക്കെയോ നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ലേ? അബ്രഹാം കർത്താവിന് അതിനു മുൻപ് എത്ര കാളക്കുട്ടികളെ, കായേൻ, ആബേൻ, അതിനു മുമ്പ് വന്നിട്ടുള്ള ആളുകളെ എത്ര ബലിപീഠങ്ങൾ പണിത്. പക്ഷേ ആദ്യമായി ബൈബിളിൽ ദൈവത്തെ ആരാധിക്കാൻ അവൻ മലയിലേക്ക് കയറിപ്പോയി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവനായ മകനെ ദൈവത്തിന് ബലി കഴിക്കാൻ പോയപ്പോഴാണ് അത് ആരാധനയായി വചനം കാണിച്ചു തരുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതാണ് യഥാർത്ഥ ആരാധന. അതാണ് സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നത്, ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്ന സമയം. ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ അത് ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ, ഞാൻ ഇന്ന കാരണത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, അത് ഈ നിമിഷം നിങ്ങൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും വഴി ഈശോയ്ക്കൊന്ന് കൊടുത്തേ.
അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചപ്പോഴാണ് തിരുകുടുംബം ഉണ്ടായത്. ഈ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ ഈശോയ്ക്ക് കൊടുത്തേ. ഈശോയെ, ഇത് എൻ്റെ ആഗ്രഹം, ഇനി നീ നിൻ്റെ ആഗ്രഹം തിരിച്ച് ഇതുപോലെ എനിക്ക് തായോ, അത് സ്വീകരിക്കാനുള്ളൊരു കൃപത എന്നൊന്ന് പ്രാർത്ഥിച്ച് ആ ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് ഈ സമയം കർത്താവിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളൊക്കെ മനുഷ്യരാ കർത്താവേ, ഞങ്ങൾക്ക് കുറേ സങ്കടങ്ങളും ടെൻഷൻസും കർത്താവെ, സന്തോഷിക്കാൻ പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ പറ്റാത്തവരായി ഈശോയെ. നിൻ്റെ സന്തോഷം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ എല്ലാത്തിനെയും അതിജീവിക്കുന്ന യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ വലുതായി, നിങ്ങളുടെ ആകുലതകളേക്കാൾ വലുതായി, നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെക്കാൾ വലുതായി ഈശോയുടെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പൂർണ്ണമായി എന്തൊക്കെയോ നമ്മളിപ്പോഴും കർത്താവിന് വിട്ടുകൊടുത്തിട്ടില്ല. നിങ്ങളത് കണ്ടുപിടിക്കണം. ഞാൻ എന്താ ഈശോയ്ക്ക് കൊടുക്കാത്ത? ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ടോ? എല്ലാം ഒരു പേപ്പറിൽ എഴുതി അടുത്ത ദിവസം നിങ്ങൾ ബലിക്ക് പോകുമ്പോൾ നിങ്ങൾ ആ പേപ്പർ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ തമ്പുരാനോട് പറയണം, ഈശോയെ, ഇത് എൻ്റെ ആഗ്രഹം, ഇനി നീ നിൻ്റെ ആഗ്രഹം എനിക്ക് പറഞ്ഞതാ, എനിക്ക് മനസ്സിലാക്കിത്താ. ആ ഒരു നിയോഗത്തിന് വേണ്ടി ഈശോയുടെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു നന്മ നിറഞ്ഞ മറിയമ ചൊല്ലി കാഴ്ചവെക്കണം. കാരണം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ കന്യകാത്വം അല്ലെങ്കിൽ ദേവാലയത്തിലുള്ള സമർപ്പണം, അതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ആ ഏറ്റവും വലിയ ആഗ്രഹം മാറ്റിവെച്ചാണ് ദൈവഹിതത്തിന് അമ്മ ആമേൻ പറഞ്ഞത്. അപ്പോൾ ആ അമ്മ മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ ഇതിനെല്ലാം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ അകലെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥകളെയൊക്കെ നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. ഏറ്റവും വലിയ ആരാധന ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, നിനക്ക് എങ്ങനെ വിട്ടുതരും? അതെൻ്റെയാണ്, അതെൻ്റെ മക്കളാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ്, എൻ്റെ കടങ്ങളാണ്, എൻ്റെ സൗഖ്യമാണ്, എൻ്റെ ശരീരമാണ്. കർത്താവെ, എനിക്കും തീരുമാനങ്ങളുണ്ട് എൻ്റെ ജീവിതത്തെപ്പറ്റി, എനിക്കും സ്വപ്നങ്ങളുണ്ട് കർത്താവെ. പക്ഷെ എന്നെ പഠിപ്പിക്കണമേ. അബ്രഹത്തെ നീ നയിച്ചതുപോലെ, ജോസഫിനെ നീ നയിച്ചതുപോലെ, പത്രോസിനെയും പൗലോസിനെയും നീ നയിച്ചതുപോലെ, നീ മാറ്റിയെടുത്തതുപോലെ എൻ്റെ ഈ കൊച്ചു ഹൃദയത്തെ കർത്താവെ നിന്നോടുള്ള സ്നേഹം തന്ന് 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 നീ മാറ്റിയെടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കെല്ലാവർക്കും ഈ നിമിഷം ഒരു നന്മ നിറഞ്ഞ ഏറ്റു ചൊല്ലാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും കർത്താവെ പരിശോധിച്ച് അത് നിൻ്റേതാക്കി മാറ്റണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഡാഡിയോടുള്ള സ്നേഹം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു ഭർത്താവിൻ്റെ അപ്പൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയെ, ഡാഡിയോനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതെനിക്ക് നീ ചെയ്തു തരണേ എന്ന് പറഞ്ഞ് ചോദിച്ച് സ്നേഹം തരണേ കർത്താവേ, സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ കർത്താവേ, എനിക്ക് സ്നേഹിക്കാൻ ഒരു പരിധി വിട്ട് പറ്റുന്നില്ല കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഈശോയെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹം നിറച്ചെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് 4 മക്കളാണുള്ളത്. ഞാൻ എൻ്റെ 5ാമത്തെ കുഞ്ഞിനെ എങ്ങനെ നോക്കുമായിരുന്നോ, ഞാൻ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമായിരുന്നോ, എങ്ങനെ തലോടുമായിരുന്നോ, ഞാൻ കെട്ടിപ്പിടിക്കുമായിരുന്നോ, ഞാൻ ഉറക്കുമായിരുന്നോ, ഞാൻ പുതപ്പിക്കുമായിരുന്നോ, ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നോ, അത്രയ്ക്കും സ്നേഹത്തോടെ ഡാഡിയെ നോക്കാനുള്ള ഒരു ദൈവിക കൃപ തന്ന് ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഞാൻ അനു എന്ന തലത്തിൽ നിന്ന് മാറി എൻ്റെ ഈശോൻ്റെ മകളായി മാറിയത് അപ്പോഴാണ്. എൻ്റെ ഈശോയുടെ ഗുണങ്ങൾ എന്നിൽ നിറഞ്ഞത് അപ്പോഴാണ്. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പഠിച്ചത് അപ്പോഴാണ്. സ്നേഹിക്കാൻ പറ്റിയത് അപ്പോഴാണ്. 1 വയസ്സ് മുതൽ ഏതാണ്ട് 37 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഒരാളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഈശോ ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് കിട്ടിയത് ഈശോയോട് ചോദിച്ചപ്പോഴാണ്. എൻ്റെ മക്കളെ കൂടുതൽ ഈശോ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റിയത് അങ്ങനെ. നമ്മൾ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്ന പോലെ അവരെ സ്നേഹിച്ചാലേ ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടില്ലേ, ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ചിലപ്പോൾ ദൈവം പറയാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കും.
നമുക്കറിയില്ല ഈശോയുടെ അളവുകോല്. ദൈവസന്നിധിയിൽ മക്കളുടെ ആത്മാവിന് വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഇന്ന് വരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദൈവനാമത്തിൽ ദൈവം പഠിപ്പിച്ച സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ അവൻ്റെ പേര് ജോൺ പോൾ എന്നായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. അവൻ ചിരിക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്. ഒരു കരച്ചിലില്ല, ബഹളമില്ല, ശല്യമില്ല. വീട്ടിൽ പണിക്ക് വരുന്ന ചേച്ചിമാരൊക്കെ പറയുമായിരുന്നു അവരുടെ വീട്ടിലെ വിഷമങ്ങൾ ഇവനെ കണ്ട് ചിരിച്ചു കഴിയുമ്പോൾ പോകുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി. ഒരു വയസ്സ് 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. 3 മക്കളുടെ അമ്മയായ അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കൽ പോലും ഞാൻ ഇവരെയൊന്നും നോക്കിയിട്ടില്ല. ആരാധനയുടെ സമയത്ത് ഈശോ ഒരു പ്രത്യേക കാര്യം എന്നെ പഠിപ്പിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞ് മരണപ്പെടുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ എത്തും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന്. അങ്ങനെ ഒരു ചോദ്യം ഇന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഈശോ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടാവും? എനിക്കൊരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മൂത്ത മോൾക്ക് അന്ന് 9 വയസ്സുണ്ട്, രണ്ടാമത്തെ മോൾക്ക് 5 വയസ്സുണ്ട്, ഇവൻ ചെറുതും. ഈ 3 മക്കളെ ഇത്രയും വർഷം നോക്കിയിട്ടും ഇവരിന്ന് മരിച്ചുപോയ സ്വർഗത്തിലെത്തുമോ എന്ന് കർത്താവ് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല പറയാൻ. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവ്, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈശോ ഹൃദയത്തിൽ എൻ്റെ ഒരു ചിന്ത ഈശോ തന്നത് ഇങ്ങനെയാണ്, എങ്കിൽ ഒരു അമ്മ എന്ന സ്ഥാനം നീ അർഹയല്ല. ഒരമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്ന രീതിയിൽ നീ തോൽവിയാണ്. നിൻ്റെ മക്കൾ സ്വർഗത്തിൽ എത്തും എന്ന് നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ യു ആർ എ ഫെയിലിയർ ആസ് എ പാരൻറ്റ്, ആസ് എ ഫാദർ, ആസ് എ മദർ. കാരണം അവർ ഈ ഭൂമിയിൽ ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. അവർ നന്നായി വളരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അവർ നന്നായി പഠിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അവർക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവർ വളരും, വലുതാവും, അവർ പഠിച്ച് ജോലി നേടും, അവർ വലുതായി കാണും എന്നെല്ലാം നമുക്ക് ആഗ്രഹിക്കാം. എന്തെങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പക്ഷേ അവൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ ഒരു ദിവസം മരിക്കും, അത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമല്ലേ? ആ ഒരു ദിവസത്തിന് വേണ്ടി അവരെ ഒരുക്കാൻ അല്ലെങ്കിൽ അവരുടെ ആത്മാവ് നല്ല ക്ഷേമസ്ഥിതിയിലാണോ എന്ന് നീ ആലോചിച്ചിട്ടില്ലെങ്കിൽ നീ അവർക്ക് വേണ്ടി ഇത്രയും വർഷം ജീവിച്ചത് ഒന്നിനും വേണ്ടിയല്ല. നാളെ നമ്മൾ മരിച്ചു പോയാലും അവർ ഭക്ഷണം കഴിക്കും, അവർ വസ്ത്രം ധരിക്കും, അവർ സ്കൂളിൽ പോവും, അവർ പഠിക്കും. ആകെ കൂടെ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അപ്പനോ അമ്മയോ ഇല്ലാതെ പോകും. അപ്പോൾ ആസ് പാരൻസ് ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഡ്യൂട്ടി. അവരെ കർത്താവിൽ ഏൽപ്പിക്കുക, എന്നിട്ടേ അവർക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ പറയുകയാണ്, ഞാനിന്ന് 4 കുഞ്ഞുങ്ങൾ എൻ്റെ ഭൂമിയിലുണ്ട്, 4 കുഞ്ഞുങ്ങൾ എൻ്റെ സ്വർഗത്തിലുണ്ട്. ഈ മാതൃത്വത്തിലൂടെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം നിത്യജീവനാണ്. അത് അവർക്ക് ഉറപ്പാക്കി കൊടുക്കാനായിട്ടുള്ളതാണ് നിൻ്റെ അമ്മ എന്ന റോളും നിൻ്റെ അപ്പൻ എന്ന റോളും. നമ്മളിന്ന് മരിച്ചു പോയാൽ നാളെ ആരെങ്കിലും അവരെ നോക്കും, അവരെങ്ങനെയെങ്കിലും വളരും. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൈ ഉയർത്തി ദൈവത്തോട് അപേക്ഷിക്കാനും 2 കരങ്ങളാണ് ഏറ്റവും നഷ്ടമാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സമയം നമ്മുടെ മക്കൾ എത്ര വലിയവരാണോ ചെറിയവരാണോ, ഏതവസ്ഥയിലുള്ളവരാണോ, നല്ലവരായി ജീവിക്കുന്നുവോ ഇല്ലയോ, എല്ലാം തമ്പുരാൻ്റെ ദാനവും കൃപയുമാണ്. ഈ സമയം നിങ്ങൾ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് തമ്പുരാൻ്റെ കുരിശിൻ്റെ അടിയിലേക്ക് വെച്ചേ. അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളി ചോരയും അവരുടെ ശിരസിലൂടെ ഒഴുകി വരട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്തായിരിക്കാം അവർ. അങ്ങനെയെങ്കിൽ അവിടെ കണ്ണെത്തുന്നത് തമ്പുരാൻ്റെ മാത്രമാണ്. അവർ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അവരെ കാണുന്നത് അപ്പനാ, അവരെ കാണുന്നത് തമ്പുരാനാ. ആ തമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ മകൻ്റെ ആത്മാവിനെ, എൻ്റെ മകളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തല്ലേ കർത്താവെ. വിശുദ്ധിയിൽ ജീവിക്കാൻ, നന്മയിൽ ജീവിക്കാൻ അവരെ നീ സഹായിക്കണേ. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നും അവരുടെ തലയിൽ കൈവച്ച് ഈ ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൂരെയാണെങ്കിൽ നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയണം, അമ്മേ ഞാനിപ്പോൾ ചൊല്ലുന്ന ഈ നന്മ നിറഞ്ഞ മറിയമ അവരുടെ കൂട്ടായിരിക്കണമേ. അതായിരിക്കട്ടെ കർത്താവേ അവരുടെ അളവുകോല്.
ഒരു പശു അലഞ്ഞു പോകാൻ അനുവദിക്കാതെ നമ്മൾ കെട്ടിയിടുന്ന പോലെ ഈ ജപമാല മണികൾ നിങ്ങളുടെ മക്കളെ കെട്ടിയിടും. നിങ്ങൾ പറഞ്ഞാലൊന്നും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലൊന്നും തിന്മയിൽ നിന്ന് അവരെ കാത്തുകൊള്ളാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത്. നിങ്ങൾ വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, ഒരു നിമിഷം ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അവർ മനസ്സിലാക്കുന്നതും വേറെ രീതിയിലായിരിക്കും. പിന്നെ അവിടെ ആകെ കൂടെ ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസ നടക്കുന്ന സമയത്ത് കർത്താവെ, ഞാൻ എന്തിനു വേണ്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിനെ നീ തന്നു, അതിന് കർത്താവെ എന്ത് പ്രാർത്ഥിക്കും ഈശോയെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഈശോ തന്നത്, ഈ കുഞ്ഞ് മരണം വരെ സത്യസഭയിൽ നിന്ന് മാറിപ്പോകാതെ, സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ സ്വർഗത്തിലെത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതാണ് അവരുടെ ജീവിതം ഈ ഭൂമിയിൽ. അതുകൊണ്ട് നിത്യജീവൻ എന്നുള്ളൊരു കാര്യം മാറ്റി നിർത്താതെ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ. അമ്മമാരെന്ന രീതിയിൽ പ്രത്യേകിച്ച് നമുക്കതൊരു കടമയാണ് നമ്മുടെ മക്കൾക്ക്. പരിശുദ്ധ അമ്മയുടെ ഒരു കൊച്ചു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. ഓ അമ്മമാരിൽ ഏറ്റവും മാധുര്യമേറിയ അമ്മേ, ഞങ്ങൾ സഹായത്തിനായി അങ്ങയെ നോക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കാരണം മക്കളെ വളർത്തുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞത് അത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് 2 ജനറേഷൻസ് തമ്മിലുള്ള ഒരു ക്ലാഷിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. അവരെ മനസ്സിലാക്കാൻ നമുക്കും സാധിക്കുന്നില്ല, നമ്മളെ മനസ്സിലാക്കാൻ അവർക്കും സാധിക്കുന്നില്ല. ഒരു കുടുംബത്തിന് സ്നേഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സൗഖ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് സൈക്കോളജിക്കൽ ടാക്ടിക് ഉപയോഗിച്ചാലും, നിങ്ങൾ എന്ത് മദർഹുഡ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും, തമ്പുരാനായ കർത്താവിൻ്റെ സൗഖ്യവും ക്ഷമയും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു കുടുംബമായി നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ഇതേ അവസ്ഥ എനിക്കുണ്ടായപ്പോൾ, ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു അമ്മയാവാൻ ആഗ്രഹിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് LKGയിലോ UKGയിലോ സ്കൂളിൽ ടീച്ചർ വലുതായി കഴിയുമ്പോൾ ആരാവും എന്ന് ചോദിച്ചത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വളർന്ന് ഒരു അമ്മയാവുന്നതാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇവരെ മനസ്സിലാക്കാനോ ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാനോ ഒന്നും എനിക്ക് മനസ്സിലാക്കാതെ വന്നപ്പോൾ എനിക്ക് ദിവ്യകാരുണ്യ ഈശോ മാത്രമേ കൂട്ടായി വന്നുള്ളൂ. ഈശോയുടെ മുമ്പിൽ ഒരു ദിവസം പൂർണ്ണമായി അടിയറവ് വെച്ചു. കർത്താവേ, നീ തന്ന മക്കളെ എനിക്ക് ഒരു രക്ഷയില്ല. കർത്താവേ, അത് നിൻ്റെ മക്കളാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ സെക്കൻഡറിയാണ്. ഈശോ, നീയാണ് അവരുടെ അപ്പൻ. നീ ഏറ്റെടുക്കണേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണേ എന്ന് ഓരോ കുർബാനയിലും കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെയും സംസാരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈശോയുടെ സ്നേഹം പിന്നെയും ഞങ്ങൾ അടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ മക്കൾക്കും എനിക്കും അറിയാം, വഴക്കുണ്ടായാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മുറിപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഈശോ നമുക്ക് സൗഖ്യം തരാനുണ്ട്. നമ്മുടെ ആത്മാവിന് സൗഖ്യം മറ്റുള്ളവരുടെ നിന്നല്ല, കർത്താവിൽ നിന്ന് കിട്ടിയാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. മക്കൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈശോയുടെ ഒരു സൗഖ്യം വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈ മുറിവുകളായി പിന്നെയും അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാനോ അവരെ മനസ്സിലാക്കാനോ സാധിക്കാത്ത സമയങ്ങൾ വരുമ്പോൾ തമ്പുരാൻ്റെ മുന്നിൽ നിന്ന് പോയി പറയണം, കർത്താവേ കടന്നു വരണമേ, നിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് തരണമേ. അങ്ങനെ ഈശോയുടെ സ്നേഹം ചോദിച്ചു വാങ്ങിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കുടുംബങ്ങളെ പൂർണ്ണമായി കർത്താവിലേക്ക് കൊടുത്ത്, നിങ്ങളുടെ എല്ലാ അകലതകളും കർത്താവിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം ചോദിച്ചു വാങ്ങിക്കണം. ആദ്യമായി ദൈവത്തെ സ്നേഹിക്കാൻ, പിന്നീട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭയങ്കര കാമാവും. കാരണം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും സങ്കടപ്പെട്ട് കഴിഞ്ഞാലും ഓരോ കണ്ണീര് കർത്താവിൻ്റെ മുമ്പിൽ പൊഴിച്ചു കഴിഞ്ഞാലും കർത്താവിൻ്റെ സമാധാനമാണ് പിന്നെ നമ്മെ ധരിക്കുന്നത്. നമ്മുടെ എല്ലാ അകലതകളും കുരിശിൻ ചുവട്ടിലേക്ക് കൊടുക്കാം. വന്നുപോയ വീഴ്ചകൾ കർത്താവിലേക്ക് കൊടുക്കാം. നമ്മുടേതായ ആഗ്രഹങ്ങളിൽ കടിച്ചു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല. കർത്താവെ, വേറെ ആരോടൊന്നും പറയാനില്ല. ഈശോയെ, ഞങ്ങൾ ആരോടുത്ത് പോവും? സ്വർഗസ്ഥനായ ദൈവമേ, നീ എല്ലാം അറിയുന്നവനാണ്. ഞങ്ങളുടെ കണ്ണ് നീ ഉണ്ടാക്കി, ഞങ്ങളുടെ മൂക്ക്, ഞങ്ങളുടെ ചെവി, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഭാവനകൾ എല്ലാം മെനഞ്ഞെടുത്തത് നീയാണ്. കർത്താവെ, നീ തന്നെ കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സ്നേഹം തരണേ.
കർത്താവ് ഞങ്ങൾക്കിടയിൽ സ്നേഹം വളരണമെന്നുമുള്ള നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്രയും തേളം മാതാവ് ഈ സമയം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, നിങ്ങളുടെ തൊഴിൽ മേഖലകളെ ഓർത്ത്, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൽ അഭയം പ്രാപിക്കാം. ഇത്രയും ദയുള്ള മാതാവേ, അങ്ങേ സംഗീതത്തിലൂടെ വന്ന് അങ്ങേ സഹായം തേടി മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ച ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി ദയുള്ള മാതാവ് വിശ്വാസത്തിൽ ശരണപ്പെട്ട് തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നെടുർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച ദൈവത്തിൻ്റെ മാതാവിൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ അപ്പുറം കേട്ടറിയണമേ. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ അകലുകളും ദിവ്യകാരുണ്യീശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ആകുലതകളേറുമ്പോൾ ഈ ഒരു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഓർത്ത് സ്തുതിക്കണം. നിങ്ങളുടെ കഷ്ടങ്ങളിൽ, നിങ്ങളുടെ വിഷമതകളിൽ നിങ്ങൾ കണ്ണുനീര് പൊഴിക്കുമ്പോഴും ആ കണ്ണ് കരഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റുപറയണം. അപ്പോൾ ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന ആ ഒരു സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും. ആമേൻ.